പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ടൊരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ റോയെക്കുറിച്ച് ഒരു പരാമർശം നടക്കുകയും ചെയ്തു. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? അല്ല, പാകിസ്ഥാൻ നിലവിളിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്നലെ പാകിസ്ഥാനിൽ നടന്ന പത്രസമ്മേളനം നടത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ PR വിഭാഗമാണ്. ഡയറക്ടർ ജനറൽ ഇൻ്റർ സർവീസസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഈ കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ഏജൻസിയാണ്. അതിൻ്റെ ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി, ബലൂചിസ്ഥാൻ്റെ മന്ത്രി സർഫാർസ് ബുക്തി, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. എന്നിട്ട് പറഞ്ഞതിൻ്റെ നക്ഷൽ എന്ന് പറയുന്ന രത്ന ചുരുക്കം, അയ്യോ കൊല്ലല്ലേ റോ ഞങ്ങളെ കൊല്ലുന്നു, പാകിസ്ഥാനെ റോ വിഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. റോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യയുടെ ചാരസംഘടന എന്നൊക്കെ അവർ വിളിക്കുന്ന നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഗവേഷണം നടത്തുകയും അത് വിശകലനം ചെയ്യുന്ന ഒരു പാവപ്പെട്ട സംഘടനയാണ്. പേരങ്ങനെയാണല്ലോ. നമ്മൾ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ വിശകലനം ചെയ്യും. അല്ലാതെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെ കൊല്ലുക അതൊന്നുമല്ല. ഏതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് അങ്ങനെയല്ല. റോ അതിഭീകരന്മാരാണ്, റോ വന്നിട്ട് ആളുകളെ കൊല്ലുകയാണ്. ഇപ്പോൾ അജ്ഞാതൻ ഓടി നടന്ന് പലയിടത്തും വെടിവെക്കുന്ന ആളുകളെ, ഈ അജ്ഞാതൻ്റെയൊക്കെ പിന്നിൽ റോയാണ്. പാകിസ്ഥാനിൽ 10-18 പേരെ കൊന്നു. കഴിഞ്ഞ ദിവസം ഒരു മുഫ്തി മിർ ഷാ എന്ന് പറഞ്ഞ ഒരാളെ കൊന്നു. നമ്മുടെ ഇന്ത്യൻ ചാരൻ റോയുടെ ഏജൻ്റ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പിടികൂടി ജയിലിലിട്ടിരിക്കുന്ന കുൽഭൂഷൺ ജാദവിനെ ഇറാനിലെ ചാബഹാറിനടുത്ത് നിന്ന്, അവിടെ നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു കുൽഭൂഷൺ ജാദവ് ചാബഹാറിനടുത്ത് നേവിയിൽ നിന്ന് ജോലിയൊക്കെ രാജിവെച്ചിട്ട് VRS എടുത്തതിന് ശേഷം അവിടെ എന്തോ ബിസിനസ് നടത്തുകയായിരുന്നു. പക്ഷേ അയാൾ കുൽഭൂഷൺ ജാദവ് ഇന്ത്യൻ ചാരനാണ്, റോയുടെ ഏജൻ്റാണെന്ന് പറഞ്ഞ് ഈ മിർ പോയി അയാളെ തട്ടിക്കൊണ്ട് വന്നിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് പിടിച്ചു കൊടുത്തു. ആ മിർ പിന്നീട് എന്ത് ചെയ്തു, പാകിസ്ഥാൻ വധശിക്ഷ വിധിച്ചു. പക്ഷേ ഇന്ത്യ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസൊക്കെ കൊടുത്തിട്ട് അതിപ്പം നടപ്പാക്കിയിട്ടില്ല, അങ്ങനെ കിടക്കുകയാണ്. അതിന് പകരം പാകിസ്ഥാനിലേക്ക് വിട്ടുകൊടുക്കാനുള്ള 13 ഭടന്മാരെ, പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മളും വിട്ടുകൊടുത്തിട്ടില്ല, നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന എന്താണ്, ഈ മിർ, അതായത് നമ്മുടെ കുൽഭൂഷൺ ജാദവിനെ ഒറ്റിക്കൊടുത്ത് തട്ടിക്കൊണ്ടുവന്ന മിർ, അയാൾ 3 തവണ അയാളെ കൊല്ലാൻ ശ്രമം നടന്നിട്ടുണ്ട്. 3ാമത്തെ തവണ അയാൾ ഒരു പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ചെന്ന് ചെവിക്കല്ലിന് തോക്ക് വെച്ച് വെടിവെച്ച് വന്നു. അതായത് പോയിൻറ്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്നു. അതും അജ്ഞാതൻ. അങ്ങനെ 10-20 ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുക്കളെ പാകിസ്ഥാനിൽ തന്നെ അജ്ഞാതൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക പറയുന്നു അവിടെ പന്നുൻ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ നേതാവിനെ കൊലപ്പെടുത്താനുള്ള ഓപ്പറേഷൻസ് റോ നടത്തി. ഇന്ത്യൻ കമാൻഡോ ആയ വികാസ് യാദവാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞ് വികാസ് യാദവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ലുക്കൗട്ട് നോട്ടീസ് അമേരിക്ക ഇറക്കിയിരുന്നു. അപ്പോൾ അമേരിക്കയിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി ഉള്ളത് CIA ആണ്. CIAയും മൊസാദുമാണ് ലോകത്തെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള പ്രസിദ്ധമോ കുപ്രസിദ്ധമായ ഓപ്പറേഷൻസ് നടത്തുന്ന ഏജൻസികൾ. അങ്ങനെയുള്ള അമേരിക്ക തീക്കട്ടയിൽ ഉറുമ്പരിച്ച പോലെ റോ അവിടെ കയറി കളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത് റോ കൊല്ലുന്നേ, റോ ഞങ്ങളുടെ രാജ്യം മുറിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തീവണ്ടി ബലൂചിസ്ഥാനിൽ നിന്ന് ലാഹോറിലേക്ക് പോവുകയായിരുന്നു. കത്വയിൽ നിന്ന് ലാഹോറിലേക്ക് പോവുകയായിരുന്ന തീവണ്ടി ഹൈജാക്ക് ചെയ്തു. നമ്മൾ വിമാനം ഹൈജാക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ, കപ്പൽ ഹൈജാക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു കപ്പലായ കേരളത്തിനൊരു കപ്പലുണ്ടായിരുന്നു, കേരള ഷിപ്പിംഗ് കമ്പനിക്ക്, കൈരളി എന്ന് പറയുന്നൊരു കപ്പൽ. ആ കപ്പൽ ഇവിടെ നിന്ന് ഇരുമ്പയിരും കയറ്റിക്കൊണ്ടൊരു യാത്ര പോയതാണ്. ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല, മുങ്ങിപ്പോയതായിട്ട് കണ്ടിട്ടില്ല. അതിനകത്ത് 10-35 ജീവനക്കാരും ഉണ്ടായിരുന്നു, മലയാളികൾ ഉൾപ്പെടെ. എവിടെ പോയിന്നറിയില്ല. ആരോ ഹൈജാക്ക് ചെയ്തു, പൈറേറ്റ്സോ കടൽ കൊള്ളക്കാരോ മറ്റോ ഇത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പാളത്തിലൂടെ ഓടുന്ന തീവണ്ടി ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നത് ലോകത്താദ്യം കേൾക്കുകയാണ്. ലോകത്താദ്യം മുമ്പ് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഹൈജാക്ക് ചെയ്ത് ബന്ദികളെ വെച്ചു, കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടന്നു. പാകിസ്ഥാൻ പട്ടാളക്കാർ സഞ്ചരിക്കുന്ന ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. ബലൂജ് മേഖലയിൽ നിന്ന് ലാഹോറിലേക്ക് പട്ടാളക്കാരെ കൊണ്ടുവരികയും പട്ടാളക്കാരെ കൊണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ജാഫർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. അതിന് നേരെ 2 തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അവിടെയാണ് ബലൂജ് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ്റെ മോചനത്തിന് വേണ്ടി പൊരുതുന്ന പോരാളികൾ ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് കുറേ അങ്ങോട്ടും 2 കൂട്ടരും കൊല്ലപ്പെട്ടു. അപ്പോൾ അതിന് ശേഷം പാകിസ്ഥാൻ ഞെട്ടിപ്പോയി. കാരണം അത്ര ഭീകരമായ ആക്രമണമാണ് നടന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഫ്രോണ്ടിയർ ക്രോപ്സ് അതിർത്തി സേനയുടെ ക്യാമ്പിൽ TTP താലിബാൻ അഫ്ഗാൻ പിന്തുണയുള്ള താലിബാൻ ആക്രമണം നടത്തി. അങ്ങനെ പാകിസ്ഥാൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ആക്രമണകാരികളെ നമുക്ക് ഭീകരരെന്ന് പറയാൻ പാടില്ല. കാരണം എന്നറിയോ,
ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. ബലൂചിസ്ഥാന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഖാനും ജിന്നയും നെഹ്റുവും മൗണ്ട് ബാറ്റനും കൂടെ ഡൽഹിയിൽ യോഗം ചേർന്ന് എഗ്രിമെൻ്റ് വെച്ചതാണ്. ഓഗസ്റ്റ് 15 ബലൂചിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ പാകിസ്ഥാൻ ആ യോഗത്തിൽ പങ്കെടുത്ത് അതിന് സമ്മതിച്ച ജിന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയപ്പോൾ അത് മറികടന്ന് പട്ടാളത്തെ അയച്ച് പിടിച്ചെടുത്തതാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ ബലൂചിസ്ഥാൻ വേറൊരു രാജ്യമായിരുന്നു, പാകിസ്ഥാൻ പിടിച്ചെടുത്ത് ചേർത്തതാണ്. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഞങ്ങളെ പിടിച്ചെടുത്ത് അടിമകളാക്കി ഭരിക്കുകയാണ്, അതുകൊണ്ട് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് പെടുന്നവരെ നമുക്ക് ഭീകരന്മാരെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ അധിനിവേശം നടത്തി അവരെ കീഴടക്കി അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പോരാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ ഈ രണ്ട് മന്ത്രിമാർ, അതായത് സൈനിക മേധാവിയും ബലൂചിസ്ഥാൻ്റെ മുഖ്യമന്ത്രിയും പറയുന്നത് ഈ ജാഫർ എക്സ്പ്രസ് ആക്രമണത്തിൻ്റെ പിന്നിൽ മുഖ്യ പങ്ക് വഹിച്ചത് റോയാണ്. റോയ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണെന്നാണ് പറയുന്നത്. അതിന് സാമ്പത്തികം ഇന്ത്യയാണ് മുടക്കിയത്, ആസൂത്രണം നടത്തിയത് ഇന്ത്യയാണെന്ന് പറയുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതിന് പറ്റുന്ന എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചില കോളുകൾ, ചില ഫോൺ സന്ദേശങ്ങൾ ഞങ്ങൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടി അഫ്ഗാനികൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതിനകത്തൊരു വലിയ ഉത്തരവുണ്ട്. കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നിരന്തരം പ്രശ്നമാണ്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളും ആക്രമിക്കുന്നു. പാകിസ്ഥാൻ എന്നിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് 2 മാസം മുമ്പ് ഒരു വ്യോമാക്രമണം നടത്തി. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ ആരും സ്ത്രീകളെ കൊന്നു കുട്ടികളെ കൊന്നു എന്ന് ഇവിടെ ആരും നിലവിളിച്ചില്ല. കാരണം പാകിസ്ഥാനല്ലേ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും തന്തമാരുടെ നാടാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അവർ പാകിസ്ഥാൻ എന്ത് പോക്കത്തരം കാണിച്ചാലും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇവിടെ പലർക്കും നോവത്തില്ല എന്ന് പറയുന്ന പോലെ പാകിസ്ഥാനിൽ ഇപ്പോൾ അഫ്ഗാൻ ബന്ധമുള്ള തീവ്രവാദികൾ ഖൈബർ പഷ്തൂൺഖാ മേഖലയിലൊക്കെ ചില ആക്രമണം നടത്തുന്നത് അവർ പറയുന്ന ആ ഭാഗം ഞങ്ങളുടെയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ ഖൈബർ പ്രദേശം പഷ്തൂൺ മേഖല ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല. ഇപ്പോൾ പാകിസ്ഥാൻ അധിക ദൂരത്തല്ലാതെ അനധിവിദൂരമായ ഒരു കാലത്ത് 2 or 3 രാജ്യങ്ങളായി വിഘടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുന്നുണ്ട്. ഇവരിപ്പം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കോളുകൾ കിട്ടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് നേരെ പരോക്ഷമായി വിരൽ ചൂണ്ടാണ്. കാരണം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും താലിബാനാണ് ഭരിക്കുന്നതെങ്കിലും ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധമാണ്. അഫ്ഗാനിസ്ഥാനും മരുന്ന് കൊടുക്കുന്ന നമ്മളാണ്. അവിടെ ഒന്നുമില്ലല്ലോ, അവിടെ സ്ത്രീകളെ പുറത്തിറക്കാതെ അത് ഭീകരമായ ഇസ്ലാമിക ഭരണമാണ് നടക്കുന്നത്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു, ശത്രുവിനെ മിത്രമാക്കുക എന്ന തന്ത്രം വെച്ച് പാകിസ്ഥാൻ്റെ ശത്രുവാണ് അഫ്ഗാനിസ്ഥാൻ എന്നതുകൊണ്ട് നമ്മൾ അഫ്ഗാനുമായി നല്ല ബന്ധമുണ്ട്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അഫ്ഗാനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ആരും അവരോട് സഹകരിക്കുന്നില്ല, ആരും എംബസി തുറന്നിട്ടില്ല, ഒന്നുമില്ല, ഇന്ത്യയും തുറന്നിട്ടില്ല. എന്നാൽ പോലും അനൗദ്യോഗികമായി ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തുന്നു. അവർക്ക് മരുന്ന് കൊടുക്കുന്നു, ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പ് ഉൾപ്പെടെ നമ്മൾ സൗജന്യമായി കയറ്റി അയച്ചു. അതുകൂടാതെ ഇപ്പോൾ ഖത്തർ അമീർ ഇവിടെ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക, അഫ്ഗാൻ ഇങ്ങനെയൊക്കെയാണല്ലോ, ഔദ്യോഗികമായിട്ട് അംഗീകരിക്കേണ്ട, നിങ്ങൾ അനൗദ്യോഗികമായിട്ടെങ്കിലും ഒരു എംബസി പോലെ തുറക്കാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ള അഫ്ഗാൻ്റെ കൗൺസിലർ അംബാസഡറുടെ മകനെ ഇന്ത്യയിലെ പ്രതിനിധിയായിട്ട് നിയമിക്കാനുള്ള തീരുമാനം വരെ എടുത്തു എന്നാണ് പറയുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനെ നമ്മളിപ്പോൾ മറ്റാരും അംഗീകരിക്കാത്തപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻസ് നടത്താൻ പറ്റുന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ്റെ വെറുതെ ആണല്ലോ, ഒന്ന് സൈന്യത്തിൻ്റെ പ്രതിനിധിയും ഒന്ന് ബലൂചിസ്ഥാനിലെ മുഖ്യമന്ത്രിയും ചേർന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട്. അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ POK പാക് അധിനിവേശ കാശ്മീർ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പാകിസ്ഥാൻ്റെ ഒരു ഭാഗം പാകിസ്ഥാനിലുണ്ട്. അത് നമ്മൾ പിടിച്ചെടുക്കും നമ്മളെപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ കയറി പിടിച്ചെടുക്കുമോ എന്നുള്ള പേടിയുണ്ട്. ആ ഭാഗത്തിൽ കുറേ സ്ഥലം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന മേഖല പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് പോകുന്നത്. അപ്പോൾ ആ ബെൽറ്റ് ആൻഡ് റോഡ് ഉണ്ടാക്കുന്നത് ചൈനക്കാരാണ്. അവിടെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ചൈനക്കാരെ മുഴുവൻ BLAക്കാർ പടവടയിൽ നിന്ന് വെടിവെച്ചു കൊല്ലുക. അപ്പോൾ ചൈനക്കാർക്ക് ഇപ്പോൾ പേടിയായി. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ചൈനയെ അവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇന്ത്യക്കെതിരെയാണ്. ഇന്ത്യക്കെതിരെ നിൽക്കാൻ വേണ്ടി ചൈനക്കാരെ കൊണ്ടുവരുമ്പോൾ ചൈനക്കാരെ മുഴുവൻ തിരഞ്ഞുപിടിച്ച് BLA കൊല്ലുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണ്? ഇന്ത്യയാണ്. ഇങ്ങനെ ഇന്ത്യ ഞങ്ങളെ ആകെ വശം കെടുത്തുകയാണ് എന്നിപ്പോൾ പാകിസ്ഥാൻ പരസ്യമായി നിലവിളിക്കുകയാണ്. ഇസ്ലാമാബാദിൽ ഇന്നലെ വിളിച്ച സൈന്യത്തിൻ്റെയും
ബലൂജ് മുഖ്യമന്ത്രിയുടെയും സംയുക്ത വാർത്താ സമ്മേളനം. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വേറെ പണിയൊക്കെ ഉണ്ട്, നിൻ്റെ കാര്യം നീ നോക്കടാ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ടായി, കാരണം ഇന്ത്യ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളാം. എത്ര കാലമായി ഇവർ ഈ പണി ഇന്ത്യയിൽ ചെയ്യുന്നു അല്ലേ? നമ്മുടെ പാർലമെൻറ്റ് ആക്രമിച്ചു, ബോംബെയിൽ ഭീകരാക്രമണം നടത്തി, കാശ്മീരിൽ നൂറുകണക്കിന് സിവിലിയന്മാരെയും പട്ടാളക്കാരെയും നിരന്തരം ഭീകരാക്രമണം നടത്തി. പാകിസ്ഥാനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാവർക്കും അറിയാം. പാർലമെൻറ്റ് ആക്രമണത്തിന് പിന്നിൽ, ബോംബെ ആക്രമണത്തിൻ്റെ പിന്നിൽ എല്ലാം പാകിസ്ഥാനാണെന്നറിയാം. പാകിസ്ഥാൻ ഒട്ടും നിഷേധിക്കുന്നുമില്ല, പിടിച്ചിട്ട് എല്ലാ തെളിവുകളും നമ്മുടെ പക്കലുണ്ട്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ പാകിസ്ഥാനെ ഒരു മോദി വരേണ്ടി വന്നു ഉറിക്കും ഒക്കെ ശേഷം നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ. അതുവരെ നമ്മളിങ്ങനെ സംയമനം പാലിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ വിതച്ചത് കൊയ്യുകയാണ്. പാകിസ്ഥാൻ എന്തിങ്ങോട്ട് ചെയ്തോ അതേ നാണയത്തിൽ പാകിസ്ഥാൻ്റെ അകത്തുനിന്ന് പാകിസ്ഥാന് പണി കിട്ടുമ്പോൾ അയ്യോ ഭീകരവാദം കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാറ്റു വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്നു. റോയാണെങ്കിൽ കണക്കായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.